ദൈവത്തിലേക്ക് നോക്കുവാൻ തയ്യാറായാൽ. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, വചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവത്തിലേക്ക് നോക്കുവാൻ തയ്യാറായാൽ, താങ്കളുടെ ഏത് വിഷയവും ദൈവത്തോട് പറയുവാൻ തയ്യാറായാൽ, ആ വിഷയത്തിന്മേൽ മറുപടി ദൈവം നിശ്ചയമായും താങ്കൾക്ക് നൽകുവാനിടയാകും. ദൈവത്തിലേക്ക് നോക്കുന്ന താങ്കൾക്ക് ദൈവം നൽകുവാൻ പോകുന്ന വിജയമെന്നത് താങ്കൾ അനുഭവിച്ച പരാജയങ്ങളെക്കാൾ വലുതായിരിക്കും. ഇസ്രായേലിലെ സകല ഗോത്രങ്ങളും ലേവി ഗോത്രത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ലേവി ഗോത്രം ഒരു പരാജയമാണെന്ന്. ലേവി ഗോത്രം ഒരു പരാജയമെന്ന് വാദിച്ചപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് അഹരോൻ്റെ വടിയെ തളർപ്പിച്ച് ലേവി ഗൃഹത്തിലെ അഹരോനെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ, അഹരോനെ ദൈവം മാനിച്ചുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന താങ്കളുടെ സ്ഥിതിയെ മാറ്റുവാൻ ദൈവത്തിനൊറ്റ നിമിഷം മതി. തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി തീർത്ത യേശുവിനെ നാം ആരാധിക്കുന്നത്. മറ്റുള്ളവർ ഒന്നിനും കൊള്ളത്തില്ല, കഴിവില്ല, പ്രയോജനവുമില്ല എന്നൊക്കെയും പറയുമ്പോൾ ദൈവം നോക്കുന്നത് നമ്മുടെ യോഗ്യതയല്ല, പണമല്ല. മറ്റുള്ളവർ മാറ്റി നിർത്തുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുവാനിടയാകും. വചനം ശ്രവിക്കുന്ന താങ്കളെന്ന് ഒരു ദരിദ്രനാണെങ്കിലും നാളെ താങ്കളെ സമ്പന്നനാക്കുവാൻ കർത്താവിനൊറ്റ നിമിഷം മതി. ദൈവത്തിലേക്ക് നോക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തെ അനുസരിക്കുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ചെങ്കടലിനെ തുറക്കുവാനിടയായി. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മന്ന പൊഴിക്കുവാനിടയായി. അങ്ങനെ ഒട്ടനവധി അത്ഭുതങ്ങൾ ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചെയ്തിട്ടുണ്ട്. ഇന്നും ദൈവത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന, ദൈവശബ്ദം കേട്ടനുസരിക്കുന്ന ഓരോ ദൈവജനത്തിനും ദൈവത്തിൻ്റെ കരം ചലിക്കുവാനിടയാകും. ദൈവത്തിലേക്ക് നോക്കുകയും ദൈവം പറയുന്നത് കേട്ടനുസരിക്കുവാൻ വാഞ്ചിയോടുകൂടി ആയിരിക്കുന്ന ദൈവജനത്തിനു വേണ്ടി ദൈവം ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, തകർച്ചകൾ കടന്നു വരുമ്പോൾ ഭയപ്പെടാറുണ്ട്. എന്നാൽ നോക്കണമേ, ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടലിന് മുന്നിലെത്തുമ്പോൾ, ചെങ്കടലിൽ ദൈവം വഴി തുറക്കുമ്പോൾ ഫറവോനെയും സൈന്യത്തെയും ഇസ്രായേൽ ജനങ്ങൾ ഭയപ്പെടുവാനിടയായി. ദൈവം ചെങ്കടൽ പിളർന്ന് അവർക്ക് വഴി തുറന്നു കൊടുത്തു. ഇന്ന് നാമും നമ്മുടെ ജീവിതത്തിന് മുൻപിലുള്ള ചെങ്കടൽ സമമായ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മെ വിടാതെ പിന്തുടരുന്ന ഫറവോൻ്റെ ശക്തികൾ കടന്നു വരുമ്പോൾ അവയെ കണ്ട് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നമുക്ക് മുൻപിലും പിൻപിലുമുള്ള പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുവാനിടയാകും. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായി ഈ ലോകത്ത് ആരുമില്ല. അതിനാൽ ഒന്നിനെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രതികൂലത്തിൻ്റെ നടുവിലും ദൈവം ഉള്ളം കരത്തിൽ നമ്മെ വഹിക്കും. ദൈവം കൂടെയുള്ളതിനാൽ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നാം സുരക്ഷിതരാണെന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ എബ്രായൽ ബാലന്മാരെ രാജാവ് അഗ്നികുണ്ഡത്തിലേക്ക് ഇട്ടപ്പോൾ സുരക്ഷിതരായി അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായി തീരുവാനിടയായി. എത്രയോ വലിയ വിഷയങ്ങൾക്കും നടുവിൽ നാം അറിയാതെ ദൈവം നമ്മെ പരിപാലിക്കുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ദൈവസന്നിധിയിൽ നോക്കുന്ന സഖരിയാവും എലിസബത്തുമുണ്ട്. സഖരിയാവിനോട് ദൂതനിറങ്ങി പറഞ്ഞു: സഖരിയാവേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്. സഖരിയാവിൻ്റെ ഭാര്യയായ എലിസബത്തിനെ മച്ചിയായതുകൊണ്ട് അവൾക്ക് കുഞ്ഞുങ്ങൾ ഇല്ല, അവൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കത്തില്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും ഉറക്കെ പറഞ്ഞു. അവിടുത്തെ ജനങ്ങൾ എലിസബത്തിനെ മച്ചി എന്ന് വിളിച്ചിരുന്നു, അവളെ നിന്ദിച്ചിരുന്നു. ഒരു കാലഘട്ടത്ത് എലിസബത്ത് ഒത്തിരി കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എലിസബത്തിൻ്റെ കണ്ണുനീരിനെ കണ്ട ദൈവമുണ്ട്. എലിസബത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. ദൂതൻ മറിയയ്ക്ക് വെളിപ്പെടുത്തി: നിന്റെ ചാർച്ചക്കാരിയായ മച്ചി എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്തിന് ഇത് 6-ാം മാസമെന്ന്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എലിസബത്ത് യോഹന്നാനെ പ്രസവിച്ചു. യോഹന്നാനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ മച്ചി എന്ന് വിളിച്ചു പറഞ്ഞ നാട്ടുകാരും നിന്ദിച്ചിരുന്ന വീട്ടുകാരും സകലരും അവളെ പ്രശംസിപ്പാനിടയായി. അവൾക്ക് വലിയ ഭാഗ്യ പദവി ലഭിക്കാനിടയായി. ദൈവം അവളോട് കരുണ കാണിച്ചു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുന്ന അവസ്ഥകൾ വരുമ്പോൾ, തകർച്ചകൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിലേക്ക് നോക്കുക, വിശ്വാസത്താൽ ഉറച്ചു നിൽക്കുക.
വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടിയും ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. ആകയാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ നോക്കി മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.